ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ കാത്തിരുന്ന ഞങ്ങളുടെ ആമിച്ചയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഇന്ന്. അവളുടെ 6th ബർത്ത്ഡേ. ഇത് ഞങ്ങൾക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ മാത്രമല്ല, അനൂപേട്ടനും ദീപ്തി ചേച്ചിയും ആമിച്ചനും നാട്ടിൽ വന്നിട്ട് 4 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു ഫസ്റ്റ് സെലിബ്രേഷൻ കൂടിയിട്ടാണ്. ഇത് ശരിക്കും ഒരു സെലിബ്രേഷൻ മാത്രമല്ല, അവർക്ക് ശരിക്കും ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗെദർ, ഫാമിലി റിയൂണിയൻ കൂടിയാണ്. കാരണം 4 വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും അവർ മീറ്റ് ചെയ്യുന്നതും ഫാമിലി ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യുന്നതും എല്ലാം. അപ്പൊ അവരും ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. എല്ലാ റിലേറ്റീവ്സിനെ കാണാൻ അവർ ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. അവള് ജനിച്ചത് 2020-ലാണ്. അപ്പം ആ സമയത്ത് കൊറോണ ആയതുകൊണ്ടിട്ട് നമുക്ക് നാട്ടിൽ ആഘോഷിക്കാനുള്ള ഓപ്ഷൻ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവൾക്ക് 2nd ഇയർ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോയി. പിന്നെ അവളുടെ ബാക്കിയുള്ള ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ അവിടെ ഓസ്ട്രേലിയയിലാണ് ആഘോഷിച്ചത്. പക്ഷെ അവൾക്ക് ഇതുവരെയും അവളുടെ റിലേറ്റീവ്സിനെ കാണാനോ റിലേറ്റീവ്സിന്റെ കൂടെ ആഘോഷിക്കാനോ ഒന്നും ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇത്തവണ ഞങ്ങൾ വിസയൊക്കെ കിട്ടിയ സന്തോഷമായപ്പോഴത്തേക്കും ഞങ്ങൾ ഓർത്തന്ന ഓക്കെ, ഈ ടൈം ആമിയുടെ ബർത്ത്ഡേ അവളുടെ ക്ലോസ് റിലേറ്റീവ്സുമായിട്ടും എല്ലാവരുമായിട്ട് ആഘോഷിക്കാം. അപ്പൊ അത് ഇതൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് അവളുടെ ക്ലോസ് റിലേറ്റീവ്സിനെ കാണാനും അവരോട് കൂടുതൽ സംസാരിക്കാനും അവരോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും ആയിട്ടുള്ള. അപ്പൊ ഞങ്ങളത് അവിടെ നിന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പൊ ഇവിടെ വന്നു, നമ്മൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. ലോഡിംഗ് ആണ്. അപ്പൊ നിങ്ങളെ ഞങ്ങൾ കുറെ വർഷം കഴിഞ്ഞാണ് കാണുന്നത്. അപ്പൊ എന്താണ് പറയാനുള്ളത്? എല്ലാവരും കൂടെ വന്നതിൽ വളരെ സന്തോഷം. ഒത്തിരി ആഗ്രഹമായിരുന്നു കുറെ ഇമോഷണൽ ആവുക. എല്ലാവരുടെയും ഓർമ്മയിൽ നിങ്ങളെല്ലാം മിസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് എല്ലാവരും കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. വന്ന എല്ലാവർക്കും ഭയങ്കര നന്ദി. ബർത്ത്ഡേ സെലിബ്രേഷന്റെ കൂടെ തന്നെ ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറിയും കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. എനിക്കും ഏട്ടനും ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ്. കാരണം നീണ്ട 10 വർഷം കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് തന്നെ നിന്നു. ഇനി അങ്ങോട്ടും ഒരുപോലെ തന്നെ അവസാനം വരെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. സംസാരിക്കണത് അല്ലെങ്കിൽ അവളൊരു സ്റ്റേജിൽ കയറി എങ്ങനെയായിരിക്കും ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യണമെന്നൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, അല്ലേ? നീ ഓസ്ട്രേലിയയിലായതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹം, ആമിച്ചൂക്ക് ഈ ഒരു ഡേയില് എന്താണ് ഫീൽ ചെയ്യണത്? ഇന്ന് നിന്റെ 6th ബർത്ത്ഡേ ആണ്. അപ്പൊ എന്താണ് ഫീൽ ചെയ്യണതെന്ന് ഇപ്പൊ പറയോ? മൈക്ക് തരട്ടെ? ഓക്കെ, കൊച്ചു പറയൂ. ഒരു വലിയ കൈയ്യടി കൊടുത്താൽ കൊച്ചു പറയൂ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ എൻ്റെ എല്ലാ ബർത്ത്ഡേയിലും ഞാൻ നിങ്ങളെ വിഷ് ചെയ്തിട്ടുണ്ട് വരാന്. ഇപ്പൊ 4 long yearsന് ശേഷമാണ് ആമിച്ചു ഇവിടെ വന്നത്. അപ്പൊ എന്താ ഫീൽ ചെയ്യണം നിനക്ക്? ഭയങ്കര സന്തോഷം നിങ്ങൾ കാണാന്. സാധാരണ ഉണ്ടല്ലോ, യൂഷ്വലി ഇത്ര വയസ്സുള്ള പിള്ളേരൊക്കെ മൈക്ക് കൊടുത്ത് ഇങ്ങനെ പറയില്ല, ചമ്മി നിൽക്കുള്ളൂ. പക്ഷെ എന്താ പറയണ, ഞാൻ കണ്ടതിൽ വെച്ച് ആമിച്ചു കുറച്ചുകൂടെ സ്മാർട്ടാണ്, അല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇവര് 4 വർഷത്തിന് ശേഷം നാട്ടിൽ വന്ന് ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ബാക്ക് ആ ചൈൽഡ്ഹുഡ് ഡേയ്സ് ഒക്കെയാണ് നമ്മുടെ മൈൻഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത്. ആ ഒരു വൈബ് തിരിച്ചു കിട്ടിയ ഒരു ഫീലാണ്, ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് തിരിച്ചു കിട്ടിയ ഒരു ഫീലാണ്. എന്താണ് ഫീൽ ചെയ്യുന്നത് ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞപ്പോൾ? എനിക്ക് ഭയങ്കര സന്തോഷമായി.
ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ടൈമാണ് എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഈ നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്തത്. ഞാൻ ഇതുവരെ ജനിച്ചപ്പോൾ തുടങ്ങി എനിക്ക് റിലേറ്റീവ്സ് ഉള്ളപ്പം ഒരു ബർത്ത്ഡേ പോലും ആഘോഷിക്കാൻ പറ്റില്ല. സോ ഹാപ്പിയാണ്. ഐ എം സോ ഹാപ്പി. അപ്പൊ എല്ലാരോടും താങ്ക്സ്. ഇൻവൈറ്റ് ചെയ്ത എല്ലാവരും ബർത്ത്ഡേ പാർട്ടിക്ക് വന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. ആമിക്ക് എന്തൊക്കെ കിട്ടി ബർത്ത്ഡേക്ക്? കുറെ ഗിഫ്റ്റ്സ് ഗിഫ്റ്റ്സ് കിട്ടിയിട്ട് ആമി എല്ലാവരോടും താങ്ക്സ് ഒക്കെ പറഞ്ഞു. താങ്ക് യു പറ, വന്ന എല്ലാവരോടും താങ്ക് യു പറ. ഞാൻ വന്ന എല്ലാവരും താങ്ക് യു പറഞ്ഞു. Thank you so much for the wonderful gifts. Yes? യെസ് യെസ്. Yay!